നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വ്യവസായ പാർക്കിലെ RRF നിർമ്മാണത്തിൽ അഴിമതിയില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. തങ്കമ്മു. കാളികാവിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബ്ലോക്കിനു കീഴിൽ അരിമണലിലുള്ള വ്യവസായ കേന്ദ്രത്തിൽ 76 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന മാലിന്യ ശേഖരണ കേന്ദ്രത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു. പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള MCFകളിൽ അധികം വരുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന യൂണിറ്റാണ് നിർമ്മിക്കുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. 5 കൊല്ലം മുമ്പ് സ്ഥാപിതമായ വ്യവസായ കേന്ദ്രത്തിൽ സംരംഭകർക്ക് ഭൂമി വീതിച്ച് നൽകുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്നും ജലലഭ്യത ഉറപ്പാക്കുമെന്നും BDO ശ്രീകുമാർ പറഞ്ഞു. വ്യവസായ എസ്റ്റേറ്റിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ 2023-24 വർഷത്തെ CFC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള RRFിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം പകുതിയോടുകൂടെ പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും കുറഞ്ഞത് 2 RRFകൾ നിർമ്മിക്കണം എന്നുള്ള നിർദ്ദേശം ആണ് സർക്കാരിൽ നിന്ന് ഉള്ളത്. കാരണം അത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും CFC ഫണ്ടിന്റെ, അതായത് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, അതാണ് CFC ഫണ്ട്. ആ CFC ഫണ്ടിന്റെ 50% തുക ശുചിത്വ പ്രവർത്തനങ്ങൾക്കും ശുചിത്വ പദ്ധതികൾ ഉണ്ടാക്കാനും മാത്രമേ ചെലവഴിക്കാൻ പാടൂ എന്നുള്ള നിർദ്ദേശമുള്ളത് കൊണ്ടും കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതല എന്നുള്ള നിലയ്ക്കാണ് RRFിന്റെ പ്രവർത്തനം നമ്മൾ നിർമ്മാണം, അതിന്റെ പ്രവർത്തനവും നിർമ്മാണവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കും പോയതും അതിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഗ്രാമപഞ്ചായത്തുകളുടെ MCFകളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വരുന്ന സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള ഉപയോഗയോഗ്യമാക്കാൻ കഴിയാവുന്ന രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ബെയിൽ ചെയ്തിട്ട് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് RRFകൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. അതിന്റെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി എന്നുള്ള വാക്ക് തന്നെ അതിന്റെ ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു ആശങ്ക ഉണ്ട് എന്നാണ് ഞാൻ തോന്നുന്നത്. ഇപ്പൊ പത്ര റിപ്പോർട്ടുകളൊക്കെ വന്ന സ്ഥിതിക്ക് അങ്ങനെയൊക്കെ എങ്ങനെ തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുന്ന പൊതുവെ സാമാന്യമായിട്ട് ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. പക്ഷെ അതുണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ആ സംവിധാനമായിട്ടില്ല എന്നുള്ളത് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് തന്നെ, സെക്രട്ടറി എന്നുള്ളതൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി നമുക്ക് അത് ഉറപ്പ് തരാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല, ജനങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് തരാണ്. വ്യവസായ കേന്ദ്രത്തിന്റെ ഭൂമി കൈമാറ്റം സംബന്ധിച്ച് സർക്കാർ നടപടി പൂർത്തിയാകാത്തതാണ് വ്യവസായങ്ങൾ തുടങ്ങാൻ താമസം നേരിടുന്നതെന്നും BDO പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.